എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്ക പരിഹാര സർക്കുലർ പുറത്ത്. നിലവിലെ കൂരിയ ജൂലൈ 3-ന് മാറും. അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന തുടരും. ഞായറാഴ്ചയും തിരുനാളുകളിലും ഒരു കുർബാന മാത്രമായിരിക്കും. അത് ഏകീകൃത കുർബാനയാണ്. വൈദികർക്കെതിരായ അച്ചടക്ക നടപടികൾ അവസാനിപ്പിക്കാനും വിമത പക്ഷവും സിറോ മലബാർ സഭാ നേതൃത്വവും തമ്മിൽ എഴുതിയൊപ്പിട്ട സർക്കുലറിൽ പറയുകയാണ്. ഒരിക്കൽ കൂടി അനിൽ ജോർജ് നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് അനിൽ ജോർജ്. അപ്പോൾ അനിൽ നേരത്തെ പറഞ്ഞ് നിർത്തിയ കാര്യം തന്നെയാണ്, അതായത് ഈ വാർത്ത കൊടുത്തതിൻ്റെ പേരിലാണ് നമുക്ക് മർദ്ദനമേറ്റത്, അടി കിട്ടിയത്. അപ്പോൾ ആ വാർത്ത ശരിയായിരുന്നു എന്ന് സഭാ നേതൃത്വം ഇതാ തെളിവായി മുന്നോട്ട് വെക്കുന്നു, അല്ലേ? തീർച്ചയായും അന്ന് ജൂൺ 5-ാം തീയതി വൈകുന്നേരം വൈദിക സമിതി യോഗം കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മൾക്ക് ഈ വാർത്ത ലഭിക്കുന്നത്. വൈദിക സമിതി കൂടിയില്ല എന്നായിരുന്നു ആദ്യം പറഞ്ഞതെങ്കിലും പിന്നീട് വൈദിക സമിതി ചേർന്നു എന്നും വൈദിക സമിതിയിൽ കൃത്യമായ നിലയിൽ ധാരണയായെന്നും ആ ധാരണ വൈദിക യോഗം, സമ്പൂർണ്ണ വൈദിക യോഗം വിളിച്ചു ചേർത്തതിന് ശേഷം അംഗീകരിച്ച് എല്ലാ വൈദികരും അംഗീകരിച്ചാൽ അതൊരു തീരുമാനമായി ഔദ്യോഗിക രേഖയായി പുറത്തിറക്കാമെന്നും പറഞ്ഞതിന് ശേഷമാണ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും ഒപ്പം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരി ജനറലിന്റെ ചുമതലയുള്ള തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിയും അന്ന് ബിഷപ്പ് ഹൗസിൽ നിന്ന് മടങ്ങിയത് എന്ന വിവരമാണ് നമ്മൾക്ക് ലഭിച്ചത്. അത് നമ്മൾ വളരെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ, വിശ്വാസികളടക്കമുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടെയാണ് നമുക്ക് നേരെ മർദ്ദനമുണ്ടായത്. ക്യാമറാമാനും ഒപ്പം ഡ്രൈവർക്കും ഗുരുതരമായ രീതിയിൽ മർദ്ദനമേറ്റു. നമ്മുടെ ക്യാമറ അടക്കം, മൈക്ക് അടക്കമുള്ള കാര്യങ്ങൾ അവർ തല്ലിത്തകർക്കുകയും ചെയ്തു. പക്ഷേ നമ്മൾക്ക് ആരെയും തൃപ്തിപ്പെടുത്താനില്ല. വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നു എന്ന കാര്യം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ കാര്യങ്ങൾ ഒരു ഔദ്യോഗിക രേഖയായി സീറോ മലബാർ സഭ തന്നെ അംഗീകരിച്ചിരിക്കുന്നു. ഇതിന് പ്രകാരം ജനാഭിമുഖ കുർബാനയ്ക്ക് നിയമസാധുത ലഭിച്ചിരിക്കുന്നു. അടുത്ത സിനഡ് മറിച്ചു ചിന്തിക്കുന്നതുവരെ. ഒപ്പം വൈദികർക്ക്, നവവൈദികർക്കും ജനാഭിമുഖ കുർബാന ചൊല്ലാനുള്ള അധികാരം ലഭിച്ചിരിക്കുന്നു. ഒപ്പം വൈദികർക്കെതിരെ എടുത്തിരിക്കുന്ന എല്ലാ നിയമ നടപടികളും, കാനൂനിക നടപടികളും അവസാനിപ്പിക്കാനുള്ള തീരുമാനവുമായിരിക്കുന്നു. ഇതെല്ലാം ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയ തീരുമാനത്തെ മറികടന്നുകൊണ്ട് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് സീറോ മലബാർ സഭ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക കൂട്ടായ്മയിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി സഭയാണ്. 21 സഭാ കൂട്ടായ്മകളിലെ 2-ാം സ്ഥാനത്തെ കത്തോലിക്ക സഭയിൽ ലത്തീൻ സഭ കഴിഞ്ഞാൽ ഏറ്റവും ജനസംഖ്യയുള്ള ഏറ്റവും വലിയ പരമാധികാര സഭയാണ് സീറോ മലബാർ സഭ. ആ സീറോ മലബാർ സഭയുടെ തലവൻ എന്ന നിലയിൽ വലിയ അധികാരങ്ങൾ മേജർ ആർച്ച് ബിഷപ്പിനുണ്ട്. ആ അധികാരം ഉപയോഗിച്ചാണ് അദ്ദേഹം മാർപ്പാപ്പയുടെ പോലും തീരുമാനത്തെ മറികടന്നുകൊണ്ട് ഇത്തരമൊരു തീരുമാനം എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. ഒപ്പം ബേമ ഉപയോഗിച്ചുകൊണ്ട് കുർബാന അർപ്പിക്കണം. ഒപ്പം ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളെന്ന് കത്തോലിക്ക സഭ പറയുന്ന സഭയുടെ ഔദ്യോഗികമായ തിരുനാൾ ദിവസങ്ങളിലും ഏകീകൃത കുർബാന ചൊല്ലണം എന്ന കാര്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതൊക്കെയാണ് ഈ സർക്കുലറിൽ സമവായമായി മാറിയിരിക്കുന്നത്. എന്തായാലും ഇത് റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ അനിൽ ജോർജിന് വ്യക്തിപരമായി മർദ്ദനമേൽക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അനിൽ ജോർജിനും നമ്മുടെ ക്യാമറമാനും ഡ്രൈവർക്കും ഉൾപ്പെടെ മർദ്ദനമേൽക്കേണ്ട സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ വാർത്ത, അതിൻ്റെ ഔദ്യോഗികമായ രേഖ നമ്മൾ പുറത്തുവിടുമ്പോൾ, ഇതാ ആ രേഖ എന്ന് കാണിച്ച് പുറത്തുവിടുമ്പോൾ ഇതാ രേഖ എന്ന് പറയുകയല്ല, ഇതാ രേഖ എന്ന് പറയുകയാണ്. അപ്പോൾ ആ രേഖയോടെ പുറത്തുവിടുമ്പോൾ യഥാർത്ഥത്തിൽ അന്ന് മർദ്ദനം അഴിച്ചുവിട്ട സിനഡ് അനുകൂലികൾ അല്ലെങ്കിൽ സഭാ അനുകൂലികൾ എന്നെല്ലാം പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അനാവശ്യമായ വാർത്ത കൊടുക്കുക ന്യൂസ് മലയാളത്തിൻ്റെ ആവശ്യമല്ല എന്നുള്ളത് ദയവായി സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്.